ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും നോമ്പ് വിശേഷങ്ങളൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വല്ലാതെ കാണുന്നുണ്ടാവില്ല, ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് വെള്ളപ്പവും അതുപോലെ മുട്ടക്കറിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയും കൂടി ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടൊക്കെ അതാ പുഴുങ്ങിയെടുത്തണ്. അപ്പോൾ ചിലതൊക്കെ പൊട്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കേണ്ട 2-3 വർഷം മുന്നേ വാങ്ങിച്ചൊരു എഗ് ബോയിലർ ഉണ്ട് ഇലക്ട്രിക്കിൻ്റെ, അതിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്നാകെ എത്ര 300 രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. അതിൽ നമ്മൾ കുറച്ച് വെള്ളം പറഞ്ഞ് അവിടെ വെച്ചാൽ അത് ടൈം ആകുമ്പോൾ അങ്ങോട്ട് ആയിക്കോളും. കറിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചാണ്. മുട്ട പുഴുങ്ങി തൊലിച്ച് നടു കട്ട് ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഐറ്റംസൊക്കെ, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലും അവിടെ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും മുട്ടക്കറി ഉണ്ടാക്കാൻ ഒരുങ്ങാം. അപ്പോൾ അത് ആദ്യം തന്നെ ചട്ടി വെച്ചായിട്ട് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിക്ക് സവാള കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ചതച്ചിട്ടാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കടിക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുക, നല്ലോണം കരിയാൻ നിൽക്കണ്ട. അതാവണ വരെ വെച്ചിട്ട് അതിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കുറച്ച് മുളകും പൊടിയും എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, കാരണം പച്ചമുളക് ഇതൊക്കെ ഇട്ടല്ലേ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടായിട്ട് നല്ലോണം ഇളക്കി ആ ഒരു പച്ചമണക്കാട് മാറി വന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വലിയ ജീരകം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മല്ലിപ്പൊടിയിൽ കൂട്ടി പൊടിച്ചതായതുകൊണ്ട് അത് ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് ഇതാ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം കറി നല്ല കുറുകി കിട്ടാനാണ് ഇത്. ഒത്തിരി കറീൻ്റെ ആവശ്യം എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുറുകിയ തേങ്ങാപ്പാൽ മാത്രം പറഞ്ഞു കൊടുക്കണുള്ളൂ. ഇനി കുറച്ചുകൂടി നീണ്ട കറിയാണ് വേണ്ടത് വെച്ചെങ്കിൽ 1-ാം പാൽ എടുത്തിട്ട് അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്നായി കിടന്ന് വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ വല്ലാതെ തിളപ്പിക്കാൻ നിൽക്കരുത്. തീ ഏറ്റവും കുറച്ച് വെക്കുക. അതുപോലെ തന്നെ കോഴിമുട്ട ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കട്ടെ. ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കരുത്. എന്നിട്ട് പിന്നെ ഉപ്പ് ഒക്കെ പോരായുണ്ടോ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിത്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരിത്തിരി പോരായി ആവും തോന്നി, അങ്ങനെ ഞാൻ ഒത്തിരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയോടെയും ജസ്റ്റ് ഒന്ന് വഴുകി കൊടുത്താണ്. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. പിന്നെ വേവിക്കണ്ട, തീ ഓഫ് ചെയ്തിടുക. അപ്പോൾ അതാ നമ്മൾ പാലപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റെഡിമെയ്ഡ് പാലപ്പം മിക്സ് ചെയ്നി അതൊന്ന് അരച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായി പൊന്തി റെഡിയായി വന്നാണ്. ഇതേതായാലും ഇവിടെ നിൽക്കട്ടെ, ഇപ്പം ചൂടുന്നില്ല. നമ്മൾ കഴിക്കാൻ നേരം ആ ചൂടൊക്കെ ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ബിരിയാണി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുക്കറിലിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ചിന്. തണുപ്പൊക്കെ പോയതിന് ശേഷം കുക്കറിലിട്ടിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒരു അടി പിടിക്കാത്ത രൂപത്തിലുള്ള ഒത്തിരി വെള്ളം കൂടി ഒന്ന് പാറ്റിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചാണ്. ഇതിങ്ങനെ ആ ഒരു കുറഞ്ഞ തീയിൽ ഒരു വിസിൽ വരണമെന്നൊന്നുമില്ല. കുറച്ച് ആവി ഇങ്ങനെ പുറത്ത് പോണ സമയമാകുമ്പോൾ തന്നെ ഓഫാക്കി വെച്ചാൽ മതി. പിന്നെ ഞാനിതാ നോമ്പ് തുറക്കുള്ള സംഗതികളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് അവിൽ മിൽക്ക് പോലെ ഒരു നീണ്ട വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാവുമ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് കുടിച്ചാൽ തന്നെ വിശപ്പും ദാഹവും ഒക്കെ അങ്ങോട്ട് മാറും. അപ്പം കുറഞ്ഞ ലൂസിലാണ് കേട്ടോ അത് ചെയ്തത്. കുറച്ച് പാലും പഴം കൂടി പഞ്ചസാരയും കൂടിയും കൂട്ടി നല്ലോണം അടിച്ചെടുത്തണ്. എന്നിട്ട് പിന്നെ അവൽ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ പൊതിർന്നു പോകുമല്ലോ. അപ്പം ബാങ്ക് കൊടുക്കാനായപ്പം കുറേശ്ശെ ഗ്ലാസ്സിലിട്ടിട്ട് അതിക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. ബൂസ്റ്റ് ഹോർലിക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതൊരു രസം. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കടിക്കാൻ കൂടുതൽ ടേസ്റ്റാണ്. ഞാൻ അത് ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ ഇതാ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടി നോമ്പുള്ളമാരൊക്കെ ഇതാ അടിപൊളിയായിട്ട് തന്നെ നോമ്പ് തുറക്കുന്നുണ്ട്. പിന്നെ വലിയോലൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, നല്ല ചൂടും പുകയൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ കുപ്പായൊക്കെ ഇടാതെ റിലാക്സ് ആയിരുന്നാട് ഫാനൊക്കെ ഇട്ടിട്ടാണ് നോമ്പ് തുറക്കുക. അപ്പം പോയിട്ട് ഞാൻ വീഡിയോ എടുക്കേണ്ടി പോയി കുപ്പായ ഇട്ടെന്നാണ് പറഞ്ഞാൽ ആർക്കായാലും ഒന്ന് ദേഷ്യം പിടിച്ചു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ആരും കാണിക്കാൻ നിൽക്കണില്ല. അങ്ങനെ പൊരികളൊക്കെ പിന്നെ പെരയിൽ തന്നെ ഉണ്ടാക്കിയാണ്. കഴിഞ്ഞ നമ്മളെ നോമ്പ് തുറൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹസ്ബൻഡിന് അതിനൊക്കെ പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ മൂപ്പര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ പക്കവടയും പഴംപൊരിയാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ നോമ്പ് തുറൻ്റെ ഒന്നാം തുറം കഴിഞ്ഞ് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാരെ പിന്നെ വേഗം വെള്ളപ്പം ചൂടാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ചൂടോടൊക്കെ ഇങ്ങനെ ചുട്ടിടുമ്പോൾ അത് തിന്നുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് ചുട്ടെടുക്കുകയാണ്. കൂടുതലൊന്നുമില്ല, ചോറുള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈസി പാലപ്പം മിക്സ് നമ്മളെപ്പോഴെങ്കിലും കുടുങ്ങിയ നേരത്തൊക്കെ നല്ലൊരു ഉപകാരമാണ്. അത് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ തിന്നണ അത്ര നല്ലതൊന്നും ആവില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എന്തായാലും പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടാവും ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇവിടെ പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷേ വാങ്ങി വെച്ചാൽ നല്ലതാണ്. നമുക്ക് ഒരിത്തിരി കടിൻ്റെ പോരായ്മയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ഒക്കെ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി കേട്ടോ. ഇപ്പം ക്ലാസ്സുള്ള ടൈമാണല്ലോ. അപ്പോൾ രാവിലെ തലേനത്തൊന്നും ബാക്കിയില്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ഞാൻ റെഡിയാക്കിയൊക്കെ ഉണ്ട്. പലിച്ചൊക്കെ നീച്ചിട്ട് ഒന്ന് അടിച്ച് വെക്കും, എന്നിട്ട് രാവിലെ എടുത്ത് ചുട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു യൂസിങ് ആണ്, കണ്ടില്ലേ. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടും കിട്ടും. പിന്നെ ഇതിൻ്റെ അളവൊക്കെ അതിമേ കൃത്യമായിട്ട് അതിൻ്റെ പാക്കറ്റുമ്മേൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങി ഉപയോഗിക്കണവർക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നല്ലൊരു യൂസിങ് ആണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയ ചപ്പാത്തി, അതുപോലെ പൊറോട്ട, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഇനി അടുത്ത ചായടിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ മുട്ട അതിൽ കടന്നിട്ട് നല്ലോണം സെറ്റായി കുറുക്കി വന്നാണ് തേങ്ങാപ്പാലും ആ ഒരു മുട്ടൻ്റെ ഇതൊക്കെ മിക്സ് ആയിട്ട്. പിന്നെ നമ്മളെ വെള്ളപ്പാണെങ്കിലും അതുപോലെ ബിരിയാണി ആണെങ്കിലും കണ്ടില്ലേ, കുറച്ചൊരു വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഫ്രഷ് ബിരിയാണി പോലെ ഉണ്ട് കേട്ടോ. മസാല ഒന്നും അധികം ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ചൂടാക്കലെന്ന് വിചാരിക്കണേ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മളപ്പം കണ്ടില്ലേ, നല്ല ആ ഒരു ചാറിൽ ഇങ്ങോട്ട് മുക്കി കഴിക്കാൻ. പിന്നെ ഒരുപാട് തേങ്ങ ഒന്നും പറഞ്ഞു നീട്ടേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലും നല്ല കുറുക്കി നിന്നാൽ ഒരിത്തിരി ആയാലും ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചായ കുടിയും കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. പാത്രം എന്ന് പറഞ്ഞാൽ പച്ചക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങൾ മൊത്തം ഉണ്ട്. അപ്പം ഒക്കെ ഒന്ന് പെട്ടെന്നായിട്ട് ഒലുമ്പി വെച്ചിട്ട് അടുക്കള ഒന്ന് ഫ്രീ ആക്കിയിടണം. പിന്നെ അത്താഴത്തിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ബാക്കിയുള്ളതുകൊണ്ട് അത്താഴം കഴിച്ചു കിട്ടുന്ന പരിപാടികൾ നടക്കില്ല. അത്താഴത്തിന് വേറെ തന്നെ ഉണ്ടാക്കണം എല്ലാ സംഗതികളും. ചോറായാലും പിന്നെ ഒന്നും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂല. അത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ എനിക്കായാലും അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ചൂടുള്ള അങ്ങനെ ഒരു നിർബന്ധമാണ്. കുറച്ച് പണിയെടുത്താലും വേണ്ടിയില്ല, അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കാം. പിന്നെ ഇറച്ചിയോ മീനൊക്കെ മുളകിട്ടതാണെങ്കിൽ അത്താഴത്തിന് ആ കറി എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു താളിപ്പ് വേണം. ഓരോരുത്തർക്കും ഓരോ ശീലമാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് അത്താഴത്തിന് ഉണ്ടാക്കൽ? പലർക്കും പല സാധനങ്ങളുമാണല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, എന്നറിയാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്താഴത്തിന് കുറച്ച് തക്കാളി താളിച്ചത്. വലിയ ആർഭാടൊന്നുമില്ല. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ലഘുവായിട്ടുള്ള കറികളാണ്. അങ്ങനെ എന്തെങ്കിലും താളിപ്പായിരിക്കും. അപ്പോൾ കുറച്ച് തക്കാളി താളിച്ചത്. പിന്നെ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ്. പച്ചമീനാണ് കേട്ടോ, എന്തോ ഒരു കഷ്ണമീനാണ്. പിന്നെ നല്ല സ്രാവ്, ഉണക്ക സ്രാവ് പൊരിച്ചത് നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതാ പലിച്ചക്കുള്ള സംഗതികളൊക്കെ റെഡിയാണ്. കുറച്ച് ചീര ഉപ്പേരി, ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് തുറ വിഭവങ്ങളും അത്താഴവും ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.